പുതിയ മുഖ്യമന്ത്രിയായി ഞങ്ങൾക്കേറെ സ്നേഹവും ബന്ധവും പരിചയവുമുള്ള ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ പുതിയ നിയോഗം തുടങ്ങുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും പ്രത്യേകിച്ചൊരു നമ്മുടെ ദേശത്തെ സംബന്ധിച്ച് പുതിയൊരു നിയോഗത്തിൽ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. ആ സ്നേഹബന്ധത്തിലാണ് ഈ തിരക്കേറിയ ദിവസത്തിൻ്റെ തിരക്ക് പിടിച്ച ഈ മുഹൂർത്തത്തിൽ ഇവിടെ വരുന്നതിന് അദ്ദേഹം ഔദാര്യം കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ ശുശ്രൂഷകൾക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ കെട്ടുപണിക്ക് അദ്ദേഹം നൽകുന്ന വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വിജയവും നേരുന്നു. ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഇപ്പം പറയുന്ന കാര്യമുണ്ട്, മതനിരപേക്ഷതയ്ക്കാണ് ഞാൻ മുൻതൂക്കം നൽകുന്നതെന്ന് നിയുക്ത മുഖ്യമന്ത്രി പറയുന്നത്. താങ്കളും എപ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ആദ്യം ഉയരുന്ന ശബ്ദം താങ്കളുടെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് പറയാൻ എന്താണുള്ളത്? ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ, കാരണം മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാം വളരെ ക്ലീനാണ്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇത് ദൈവനിയോഗമെന്നാണ്. അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എല്ലാ സമൂഹങ്ങളെയും ബഹുമാനിച്ചും എല്ലാ സമൂഹങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചും നമ്മുടെ ദേശത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കിയുമുള്ള സംരംഭങ്ങളാണ് ഈ നാടിന് ആവശ്യം. അതിന് ഞങ്ങളുടെ എല്ലാ ശക്തമായ പിന്തുണയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വിഭാഗമായിട്ട് പറയുകയല്ല, എല്ലാ സമൂഹങ്ങളെയും മാനിക്കുന്ന ഒരു ഭരണം അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. താങ്ക് യു. ഓക്കെ, എന്തായാലും ക്ലിമിസ് ബാബയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടത്. വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ക്ലിമിസ് ബാബ അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയുണ്ടായി. ഇതുവരെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള കാര്യങ്ങളിൽ അപ്പോൾ പ്രതികരിക്കാം എന്നൊരു നിലപാട് കൂടിയാണ് ബാബ എടുത്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. തനിക്കേറെ പ്രിയപ്പെട്ടവനാണ്, പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ആ യാത്ര എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. KPCC ആസ്ഥാനത്തേക്കാണോ, അവിടെയാണോ ചർച്ചകൾ പുരോഗമിക്കുക തുടങ്ങിയ കാര്യങ്ങളും വരും സമയങ്ങളിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ദിൽന കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. ദിൽന, നോക്കൂ, കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മിച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുവാൻ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. ക്ലിമിസ് ബാബയാണ് പ്രതികരിച്ചത്. എന്തൊക്കെയായിരുന്നു കൂടിക്കാഴ്ചയിൽ ചർച്ചയായ വിഷയങ്ങൾ? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ എങ്ങോട്ടേക്കായിരിക്കും വി.ഡി. സതീശൻ പോയിട്ടുണ്ടാവുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധൂരി സൂചിപ്പിച്ച പോലെ തന്നെ അരമണിക്കൂർ നേരത്തോളം ഈ പട്ടത്തെ ബിഷപ്പ് ഹൗസിൽ കൂടിക്കാഴ്ച ഉണ്ടായി. സതീശനും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതുപോലെ തന്നെ ക്ലിമിസ് ബാബയും അരമണിക്കൂർ നേരത്തോളം ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലിമിസ് ബാബ പുറത്തേക്ക് വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തിരക്ക് പിടിച്ച ദിവസത്തിലും തങ്ങളെ കാണാൻ വന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്നുണ്ട്. അതായത് വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ബിഷപ്പ് ഹൗസുകളിലൊന്നും തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു സന്ദർശനമാണ് ഈ ഇപ്പോൾ പട്ടം ബിഷപ്പ് ഹൗസിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിമിസ് ബാബയും വി.ഡി. സതീശനും പുറത്തേക്ക് ഏകദേശം അരമണിക്കൂർ നേരത്തോളം കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ശരി, വ്യക്തമാണ്.